ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രധാന പഠന പരമ്പരയുടെ 32ാമത്തെ അവതരണമാണ്. നമ്മുടെ പഠന വിഷയം റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും സുപ്രധാന ഒരു പട്ടണം റോം എന്ന നഗരത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹം, ദൈവമക്കൾ, വീണ്ടും ജനിച്ച ദൈവജനം, അവർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനം. ഈ ലേഖനത്തിൽ ഒരു വിശ്വാസി, പൗലോസ് ഇതുവരെ റോമിലേക്ക് പോയിട്ടില്ല, വളരെയധികം തവണ പോകാൻ ആഗ്രഹിച്ചു, പലപ്പോഴും തടസ്സമുണ്ടായി. താനിവിടെ ചെല്ലുന്നതിന് മുമ്പ് ഈ ലേഖനം അവർക്ക് അയക്കുകയാണ്. തെർത്തോസ് എന്ന എഴുത്തുകാരനിലൂടെയാണ് താനത് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്നത്. ഒരു വിശ്വാസി, ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഷയങ്ങളും ഒരു വിധത്തിൽ ഈ പുസ്തകത്തിലുണ്ടെന്ന് പറയാൻ കഴിയും. രക്ഷയിലേക്ക് പ്രവേശിച്ച വ്യക്തി പ്രവേശിക്കുന്ന വിധം, ദൈവത്തിലുള്ള നീതീകരണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രായോഗിക ജീവിതം ഉൾപ്പെടെ 12ാം അധ്യായം മുതൽ ഈ പുസ്തകം 16 അധ്യായമുള്ള റോമലേഖനത്തിൽ കാണാം. നാം ഇപ്പോൾ അതിൻ്റെ 2ാം അധ്യായത്തിലാണ്. 1ാം അധ്യായത്തിൻ്റെ 18 മുതൽ പുറജാതികളുടെ ലോകം. കാരണം കർത്താവിൻ്റെ സഭയിൽ ദൈവമക്കളുടെ നടുവിൽ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നവരും പുറജാതികളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നവരുമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ പ്രധാനമായും പുറജാതികളുടെ ലോകത്തിലായിരുന്നു. യഹൂദന്മാരല്ലാതെ ലോകത്തിലുള്ള അനേകം ആൾക്കാർ പുറജാതികളാണ്. അവിടെ നടുവിൽ പൗലോസ് തൻ്റെ മിഷണറി യാത്രകളിലൂടെ കടന്നു നിന്ന് ആ ദേശങ്ങളെല്ലാം സുവിശേഷം അറിയിച്ച അനേകങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. അപ്പോൾ റോമൻ പട്ടണത്തിലും പുറജാതികളിൽ നിന്ന്, റോമൻ സാമ്രാജ്യം, റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിച്ച പുറജാതികൾ, വിഗ്രഹാരാധന മുഴുകിക്കിടന്ന ആ പട്ടണത്തിലും സുവിശേഷത്തിൻ്റെ പ്രതിധ്വനി മുഴങ്ങിയപ്പോൾ അനേകങ്ങൾ രക്ഷയിലേക്ക് കടന്നു വന്നു. യഹൂദന്മാരായ ചിലരും അവിടെ ഉണ്ട്. പിന്നീട് അവരെ പുറന്തള്ളപ്പെട്ടുവെങ്കിലും, ഒരു ചക്രവർത്തി, ക്ലൗഡിയസ് എന്ന ചക്രവർത്തി അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയെങ്കിലും കുറച്ചുപേർ അവിടെ അവശേഷിക്കുന്നുണ്ട്. പൗലോസ് എഴുതുമ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ പുറജാതികൾക്ക് വേണ്ടി 1ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒഴികഴിവില്ല, കാരണം നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ അവിടെയുള്ള സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയല്ല, പുറത്തുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. അവിടെ അവസ്ഥയെ കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ വെളിപാടുകളും വെളിച്ചവും ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ യോഗ്യമായ നിലയിൽ പ്രതികരിക്കാൻ കഴിയാതെ, ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാതെ, ദൈവത്തിൻ്റെ നീട്ടിയ കൈ തട്ടിക്കളഞ്ഞ യഹൂദന്മാരല്ലാത്ത പുറജാതികളുടെ ലോകം, അവർക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കാണിച്ച് ദൈവത്തിൻ്റെ ക്രോധം വരികയാണ്. ദഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം വരികയാണ്. അതുകൊണ്ട് അവർ ഗന്ധവും തീയും ഇറങ്ങി അവർ ഭസ്മമായുന്നില്ല. പക്ഷെ അവരുടെ ജീവിതം മുഴുവൻ തകർന്ന് താറുമാറായി. പലർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ തകർന്നതെന്ന്. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ചിന്തകളെ ബാധിച്ചു, തിരിച്ചറിവ് ബാധിച്ചു, പരസ്പരമുള്ള ബന്ധങ്ങൾ അവലക്ഷണമായി മാറി, 21ഓളം പാപങ്ങളെ നിരത്തി. തുടർന്ന് പുറജാതികളുടെ ലോകത്ത് നിന്ന് പൗലോസ് നേരെ യഹൂദന്മാരുടെ ലോകത്തിലേക്ക് തിരിഞ്ഞു. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ യഹൂദന്മാർ ചിരിക്കുന്നുണ്ടാകാം. അവർക്ക് അങ്ങനെ തന്നെ വേണം, അവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കണം. പൗലോസ്, നിങ്ങൾക്കും പ്രതിവാദമില്ല, നിങ്ങൾക്ക് ഒഴികഴിവില്ല, നിങ്ങൾക്കിനി ന്യായീകരണമില്ല. ഇതേ വിധി തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നു. പണ്ട് മുതലേ നിങ്ങളുടെ സ്വഭാവം അതാണ്, യഹൂദന്മാരുടെ, മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടും. അതുതന്നെ കാണിക്കുന്ന അവർക്ക് അവരെ കാണാൻ കഴിയുന്നില്ല എന്നാണ്. അവർക്കവരെ വാസ്തവത്തിൽ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടില്ല. അങ്ങനെ യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവനീതി ആവശ്യമാണ്, നിങ്ങൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരണം ആവശ്യമാണ്. കാരണം യഹൂദന്മാരുടെ പ്രശ്നമെന്ന് പറയുന്നത് 2 വിധത്തിൽ പൗലോസ് അതിനെ ഉപസംഹരിച്ചു. അവിടെ പ്രധാനപ്പെട്ട 2 നിലപാടുകൾ. ഒന്ന്, ധാർമ്മിക നന്മകൾ നമ്മെ ദൈവത്തിൽ നീതീകരിക്കും. നമ്മുടെ ധാർമ്മിക ജീവിതം, സദാചാര ജീവിതം കുറ്റമറ്റതാണെന്നുള്ളൊരു ധാരണ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ എന്നും സഹായിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. പൗലോസ് അതിനെ വ്യക്തമായിട്ട് അതിനെ കാണിച്ചു കൊടുക്കല്ല. നിങ്ങളുടെ ധാർമ്മിക ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ധാർമ്മികമായി, സദാചാരമായി നല്ലവരാണ്, സത്യസന്ധരാണ് എന്നൊക്കെ നിങ്ങൾ കരുതുന്നു. തെറ്റാണ്. കർത്താവ് യേശുക്രിസ്തു വന്നപ്പോൾ വ്യക്തമായി, ഞാൻ പാപികളെ വിളിപ്പാൻ വന്നു, നീതിമാന്മാരെയല്ല എന്ന് പറഞ്ഞാൽ സ്വയം നീതിമാന്മാരാണെന്ന് ചിന്തിക്കുന്നവരെയല്ല ദൈവം എന്നും അന്വേഷിക്കുന്നത്. സ്വയം നീതിമാന്മാരെന്ന് ചിന്തിക്കുന്നവർ ഒരിക്കലും ഇവിടെ തെറ്റുകൾ ആര് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. കാരണം അവരുടെ സ്വന്തം ധാരണ, അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവർ ചെയ്യുന്നതിൽ ഒന്നും ഒരു പിഴവുമില്ല.
കൃത്യമാണ്, ശരിയാണ്, സത്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ചിന്താഗതിയാണ്. അങ്ങനെയുള്ള ഒരാളെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവരൊരിക്കലും അവിടെ തെറ്റുകൾ കാണില്ല. ഇപ്പോൾ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ കാണിച്ചു കൊടുത്തു. രണ്ടാമത് പൗലോസ് യഹൂദന്മാരുടെ നടുവിലുള്ള മറ്റൊരു മനോഭാവം, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം, അവിടെ ചിന്താഗതി എന്താണ്? ആത്മീകമായിട്ടും മതപരമായിട്ടും അവർ ആഴമുള്ള ജീവിതമുള്ളവരാണ്. മതപരമായും ആത്മീകമായിട്ടും ആഴത്തിൽ അവർ സത്യസന്ധരായി നിലനിൽക്കുന്നവരാണ്. ഡീപ്ലി റിലീജിയസ്. യഥാർത്ഥമായ ഭക്തിയാണ് നമ്മുടേത്, യഥാർത്ഥമായ ആത്മീകതയാണ് നമ്മുടേത് എന്ന ധാരണയാണ്. ഇതും പൗലോസ് കാണിച്ചു കൊടുക്കും. ഇതും നിങ്ങൾ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഭക്തി ശരിക്കുള്ള ഭക്തിയല്ല. നിങ്ങളുടെ ഈ ആത്മീകത വെറും വേഷമാണ്. ഇത് യഥാർത്ഥ ആത്മീകതയല്ല. ശരിയാണ്, നിങ്ങൾക്ക് വിശേഷമായ അനവധി അനുഗ്രഹങ്ങളുണ്ടായിരുന്നു, അതിശയകരമായ പദവികളുണ്ടായിരുന്നു. അത് വ്യക്തമായി കാണിച്ചു കൊടുക്കും. അവർക്കുണ്ടായിരുന്ന പദവികൾ എന്തൊക്കെയായിരുന്നുവെന്ന്. ശ്രദ്ധേയമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്ന പദവികൾ. എന്തൊക്കെയായിരുന്നു? നിങ്ങൾ യഹൂദൻ എന്ന പേരുള്ളവരാണ്. ദൈവഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദൻ എന്ന പേര് നിങ്ങൾക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നർത്ഥം വരുന്ന യഹൂദൻ എന്ന പദവി. വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ പരമേൽപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നിയമം ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇതിലവർ ഊറ്റം കൊള്ളുകയും ചെയ്തു. കാരണം ഭൂമിയിലെ മറ്റൊരു ജനത്തിനും ഇല്ലാത്തൊരവസ്ഥ, മറ്റൊരു ജനത്തിനും ഈ ശ്രേഷ്ഠമായ അനുഗ്രഹമില്ല. മറ്റേത് ജാതിയുണ്ട് ഇപ്രകാരം ദൈവത്തിൻ്റെ പ്രമാണം ലഭിച്ചവർ? ഇതിലവർ അഹങ്കരിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രമാണം ലഭിക്കുക മാത്രമല്ല, അവർ അതിനെ മനസ്സിലാക്കി, അതിനെ ആശ്രയിച്ചു, അതിൽ നിന്ന് പഠിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞു. അതിൽ നിന്ന് അവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ശരിയും തെറ്റും മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല, അവരത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചു. അതിൽ പ്രശംസിക്കുകയും ചെയ്തു പ്രമാണത്തിൽ. പക്ഷെ അതിൽ പലതിലും തെറ്റിപ്പോയി. അവരെന്നും തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നവരാണ്. പക്ഷെ നോക്കേണ്ടിടത്ത് നോക്കാൻ പരാജയപ്പെട്ടു. കർത്താവ് യേശുവിലേക്ക് നടത്തുന്ന പ്രമാണം അവരുടെ കയ്യിലുണ്ടെങ്കിലും കർത്താവ് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിനെ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അവരുടെ വചന പഠനത്തിലെ അപര്യാപ്തത. വചനം പഠിക്കുന്നുണ്ട്, ഇന്നത്തെ പോലെ ദൈവനും പഠിക്കുന്നുണ്ട്, പക്ഷെ കാണേണ്ടത് കാണുന്നില്ല. വചനം പഠിച്ചവർ അഹങ്കാരി നിഗളികളുമാകുന്നു. വചനം പഠിച്ച് ദൈവമക്കളെ വിഭജിക്കുന്നു, ഛിന്ന ഭിന്നമാക്കുന്നു, ചിതറിക്കുന്നു, ദുരുപദേശത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നു. വചനം പഠിക്കുകയാണ്. ഈ വിധത്തിൽ യഹൂദന്മാരുടെ അവസ്ഥ. പ്രമാണമുണ്ട്, അതെല്ലാം അറിയാം, ദൈവഹിതമെല്ലാം അറിയാം, പക്ഷേ ജീവിതം തകരുകയാണ്. മൂന്നാമത് അവർക്കുണ്ടായിരുന്ന എന്താണ്? പരിശുദ്ധ ദൈവം. നിങ്ങൾ ദൈവത്തിൽ പ്രശംസിച്ച്. ദൈവം സത്യദൈവം, നിത്യദൈവം, ഏക പരിശുദ്ധനായ ദൈവം അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ദൈവം അവർക്ക് ഏൽപ്പിച്ച ദൈവത്തെ തന്നെ നിങ്ങൾ ദൈവത്തിൽ പ്രശംസിച്ചു. റോമർക്കെതിലേക്ക് 2-ാം വാക്യം മുതൽ പൗലോസ് അത് പറഞ്ഞു. നീയോ യഹൂദനെന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രശംസിച്ച്. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ വെറുതെ പുസ്തകം കൊണ്ടു നടക്കുകയായിരുന്നില്ല. അവിടെ നമ്മുടെ കയ്യിലുള്ളതുപോലെ വീട്ടിൽ 5, 6, 7 ബൈബിളൊന്നുമില്ല. ആകപ്പാടെ സിനഗോഗിൽ ചെന്നാൽ അത് കേൾക്കാൻ പറ്റും. ആരെങ്കിലും അവരോട് സിനഗോഗിലെ ചുരുളിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ മാത്രമാണ് അവരത് കേട്ടത്, പഠിച്ചത്. പക്ഷെ അവർ ആ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞു, ഭേദാഭേദങ്ങൾ വിവേചിച്ചു. ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചു. ജ്ഞാനവും സത്യത്തിൻ്റെ സാക്ഷാത്കാരം വചനത്തിലാണ്, ലോകത്തിലെ ഗ്രന്ഥശാലയിലല്ല, മറ്റ് ക്ലാസിക് നോവലുകളിലും എഴുത്തുകളിലുമല്ല. ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ സ്വരൂപം ഒരു വ്യക്തിക്ക് ആവശ്യമെങ്കിൽ തിരുവചനത്തിലേക്ക് വരണം. സത്യസന്ധമായ വചന പഠനത്തിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. യഹൂദന്മാർക്കിത് കിട്ടി. അവർ സത്യദൈവത്തിൻ്റെ ജനമായി, തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമായി. മാത്രമല്ല, നാലാമത് അവർക്ക് വിശുദ്ധമായ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. പുറജാതികൾ ലോകത്തിന് വഴികാട്ടുവാൻ, അവർക്ക് പ്രകാശം ചൊരിയാൻ, അവരെ ആത്മീകമായ കാര്യങ്ങൾ തിരുത്തി കൊടുക്കാൻ, വഴി നടത്താൻ, ഉപദേശിക്കാൻ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ 19-ാം വാക്യത്തിൽ പറഞ്ഞത്, ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെ സ്വരൂപം ന്യായപ്രമാണത്തിൽ നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടന്മാർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവർ സ്വയം യോഗ്യരായി തോന്നി. ഇപ്പോൾ 5 വർഷം 6 വർഷം ബൈബിൾ കോളേജുകളിൽ പഠിച്ച്
അതിൽ പ്രത്യേകമായ പരിചയം പ്രാപിച്ചതിന് ശേഷം എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കും, ഞാൻ യോഗ്യൻ എന്ന് ചിന്തിക്കുന്ന മനുഷ്യനെ പോലെ ദൈവകൃപയിൽ നിന്ന് വീണു പോകും. അങ്ങനെ ചിന്തിക്കുന്നവനെ കൊണ്ട് ദൈവത്തിന് ഒരു ഉപയോഗവുമില്ല. അവൻ നടത്തുന്ന ശുശ്രൂഷകളുടെ മുഴുവൻ കയ്യടി അവൻ നേടും. അത് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രസംഗിക്കും, ലക്ഷ്യമിട്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യും. അവനെ തന്നെ ശ്രദ്ധിക്കും, അവനെ തന്നെ വ്യാപാരം ചെയ്യും, ഉയർത്തിക്കാണിക്കും. എന്നതുപോലെ യഹൂദന്മാർക്ക് ഈ പദവികളെല്ലാം തെറ്റായ നിലയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് ഉറച്ചിരിക്കുന്നവനെ അവർ സ്വയം വിചാരിച്ചു, ഞാൻ യോഗ്യനാണ്, ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഞാൻ യോഗ്യനാണ്, ജാതികളുടെ നടുവിൽ അവർക്ക് വേണ്ട വെളിച്ചം കൊടുക്കാൻ, വഴികാട്ടാൻ, പഠിപ്പിക്കാൻ, ഉപദേശിക്കാൻ ഞാൻ യോഗ്യനാണ്. ദൈവകൃപയിൽ ആശ്രയിക്കണം. ദൈവത്തെ കൈകളിൽ വിശുദ്ധ ഒരു പാത്രമായി തീരാൻ വെടിപ്പായി സൂക്ഷിക്കണം. പൗലോസ്, നിങ്ങൾ ഉറച്ചിരിക്കുന്നുവെങ്കിൽ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ, ബുദ്ധിഹീനരെ പഠിപ്പിക്കാൻ, ശിശുക്കളെ ഉപദേശിക്കാൻ നിങ്ങൾ ഉറച്ചിരിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശിശുക്കൾ ഉദ്ദേശിക്കുന്ന ആത്മീക പക്വതയില്ലാത്തവർ. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3:1 എബ്രായർ 5:13 പ്രയോഗം കാണാം. അത് വ്യക്തമായി കണ്ടു. പക്ഷേ 2 കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 വസ്തുതകൾ, 19-20 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളിവിടെ പ്രത്യേകിച്ചുണ്ട്. ഒന്ന്, ഇവിടെ പുറജാതികളെക്കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട്. പുറജാതികളെക്കുറിച്ച് യഹൂദന്മാർ ചിന്തിച്ചെന്താണ്? അവർ കുരുടരാണ്, അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുന്നത്. അവർ ഇരുട്ടിലാണ്, അവർ മൂഢന്മാരാണ്, പക്വതയില്ലാത്തവരാണ്. പുറജാതികളെക്കുറിച്ചുള്ള, യവനന്മാരെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് അഭിനന്ദനപൂർവ്വമായിട്ട് നൽകുന്ന കാഴ്ചപ്പാടല്ല. പക്ഷേ അതേ സമയത്ത് അത് തെറ്റെന്ന് പറയാനും പറ്റില്ല. പുറജാതികളെ, ലോകത്തിലുള്ള ജനങ്ങൾ ഇരുട്ടിലാണ്, വിവേകമില്ലാത്ത ഹൃദയത്തിലാണ്, ബുദ്ധിശൂന്യരാണ്. എൻ്റെ മറുവശം ഈ 2 വാക്യങ്ങൾ, 19-20 വാക്യങ്ങൾ, 2 റോമാലേഖനം, ഈ വാക്യങ്ങളിൽ യഹൂദന്മാരുടെ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, കാരണം ദൈവവചനത്തിൽ നിന്ന്, പ്രമാണത്തിൽ നിന്ന്, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ സ്വരൂപം പ്രാപിച്ചപ്പോൾ അവർക്ക് വാസ്തവത്തിൽ ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ചൊരു ജോലിയുണ്ട്. അതുതന്നെയാണ് ഈ 4 കാര്യം. ശരിയായ ആശയത്തിലൂടെ അവർ ഉൾക്കൊണ്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് തന്നെയാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്. എന്താണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്? പുറജാതികൾ ലോകത്തിൽ അവർ എന്ത് ജോലിയാണ് ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചത്? കുരുടർക്ക് വഴി കാട്ടണം. ദൈവത്തെ അറിയാൻ കഴിയാതെ ഇരുട്ടി തപ്പിത്തടയുന്ന പുറജാതികളുടെ ലോകം ഇരുട്ടിലാണ്. ആ കുരുടായിരിക്കുന്നവർക്ക് വഴി കാട്ടിക്കൊടുക്കണം. പൗലോസിനെ, ശൗലിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. അവർക്ക് പ്രകാശം കൊടുക്കണം, ഇരുട്ടിക്കിടക്കുന്നവർക്ക് നീ വഴി കാട്ടണം. ലോകം ഇരുട്ടിലാണ്, ലോകം മുഴുവൻ ഇരുട്ടിലാണ്. ആത്മീകമായി ലോകത്തിൻ്റെ വെളിച്ചമായി കടന്നത് യേശുവിലൂടെ നമ്മുടെ ഉള്ളിലെ ആത്മീക പ്രകാശം, സത്യത്തിൻ്റെ ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ ഇത് പകർന്നു കൊടുത്ത് ഇരുട്ടിക്കിടക്കുന്നവരെ വെളിച്ചത്തിൽ കൊണ്ടുവരണം. യഹൂദന്മാർക്ക് ദൈവം പദവികൾ കൊടുത്ത് ഇതിനു വേണ്ടിയായിരുന്നു. ദൈവം നമ്മുടെ സ്വന്തം, നമ്മുടെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്വന്തം സമ്പത്താക്കി വയ്ക്കാനല്ല. ഇരുട്ടിലുള്ളവർക്ക് വഴി കാട്ടണം, കുരുടന്മാർക്ക് വഴി കാട്ടണം, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്. ഇത് ശരിക്കും ദൈവഹിത പ്രകാരം യഹൂദൻ്റെ മേലുള്ള ഉത്തരവാദിത്തമാണ്. ദൈവന് ലഭിച്ചവൻ്റെ ഉത്തരവാദിത്തമാണ്. വചനപരിജ്ഞാനം പ്രാപിച്ചവൻ്റെ ഉത്തരവാദിത്തമാണ്. ജ്ഞാനവും സത്യത്തിൻ്റെ സാക്ഷാത്കാരം, സ്വരൂപം കിട്ടിയവൻ്റെ ഉത്തരവാദിത്തമാണ്. അവന് തന്നെ സൂക്ഷിക്കാനല്ല വെളിച്ചം, പറവച്ച് മൂടി വയ്ക്കാൻ, കട്ടിൻ്റെ കിഴി വയ്ക്കാനുള്ളതല്ല. വിളക്ക് തണ്ടിൽ പൊക്കി വയ്ക്കണം, മറ്റുള്ളവരോട് പറയാനുള്ളതാണ്. മറ്റുള്ള ഇരുട്ടിൽ കിടക്കുന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഇത് അവരുടെ ജോലി തന്നെയാണ്. ഇതാണ് യഹൂദ രാജ്യത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചത്. ഇതിൻ്റെ പേരിലാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. ഈ പദവികളെല്ലാം കൊടുത്തു, ആർക്കുമില്ലാത്ത പദവി. അവർക്ക് അവരുടെ വിശേഷമായ പദവി, യഹൂദൻ എന്ന പദവി കൊടുത്തു. വിശുദ്ധ ഗ്രന്ഥം എടുത്ത് കൈ കൊടുത്തു. ദൈവത്തെ തന്നെ അവർക്ക് കൊടുത്തു, ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. പക്ഷെ അവരതൊന്നും മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തോടും പരിശോധിക്കുകയാണ്, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയാണ്, നമ്മളെ പരിശോധന നടത്തുകയാണ്. ദൈവമക്കൾ, ക്രിസ്ത്യാനി എന്ന വിശേഷണം കൊണ്ട് നമ്മളെ വിളിച്ചു. നമ്മുടെ ജോലി എന്താണ്? സുവിശേഷത്തിലെ പ്രകാശനം ശോഭിക്കാതെ പൈശാചിക ശക്തി കുരുടാക്കുന്ന ജീവിതങ്ങൾക്ക് നാം പ്രകാശമായി മാറണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 2 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയും. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവിശ്വാസികൾ, വിശ്വാസമില്ലാത്തവരുടെ മനസ്സ് കുരുടായി കിടക്കുകയാണ്. അതിൻ്റെ നടുവിലേക്കാണ് ദൈവിക പ്രകാശനം ലഭിച്ച
വീണ്ടും ജനിച്ച ദൈവമക്കൾ സുവിശേഷത്തിൻ്റെ ഈ പ്രകാശവുമായി ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കേണ്ടത് ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവിതം വളരെ നിർണായകമാണ്. താഴെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണും, നമ്മുടെ ജീവിതം തകർന്നാൽ, ജീവിതത്തിന് സാക്ഷ്യമില്ലാതെ പോയാൽ ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. കണ്ണിൻ്റെ മുമ്പിൽ വ്യക്തമായി അവരോട് വരച്ച് കിട്ടി, അതായത് കൃത്യമായി വ്യക്തമായി സുതാര്യമായി കർത്താവ് യേശു എന്ന ലോകരക്ഷകരെക്കുറിച്ച് അപ്പോസ്തലന്മാർ ദൈവത്തിൻ്റെ ആത്മാവിൽ അവതരിപ്പിച്ചു, പ്രസംഗിച്ചു. പക്ഷെ അവരെ കണ്ണിൽ കാണാൻ പറ്റുന്നില്ല. അവർക്ക് വചനം കേൾക്കുന്ന പലർക്കും അവർ കേൾക്കുന്ന എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് എഴുതുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോടെന്ന പോലെ, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ദൈവനെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കുന്നില്ല, ദഹിക്കുന്നില്ല. ദഹിച്ചാൽ മാത്രമേ വീണ്ടും കഴിക്കാൻ പറ്റുള്ളൂ ആഹാരം. ദഹനക്കേട് പിടിച്ച് കടന്നു കഴിഞ്ഞാൽ അസുഖങ്ങളുണ്ടാകും. ആത്മീകമായി പലരും ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വചനത്തോട് താല്പര്യമില്ല, ദഹനക്കേടിൽ കിടക്കുകയാണ്, രോഗലക്ഷണമാണ്. ഇപ്പം ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരോടാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ളവർ വിധിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഒഴികഴിവില്ല. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് വിധിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം അവസ്ഥ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുമായിരുന്നില്ല. ഈ വേദഭാഗം പലരും തെറ്റായി ഉപയോഗിക്കാറുണ്ട്. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്, തെറ്റിതിരുത്തി കൊടുക്കരുതെന്നല്ല പറയുന്നത്. അതല്ല യഹൂദൻ്റെ പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ചുറ്റും വചനവിരുദ്ധമായി ചെയ്യുന്ന പലരുണ്ടാകാം. തെറ്റായി പരിശീലനം കിട്ടിയവർ, തെറ്റായി വചനം കൈകാര്യം ചെയ്യുന്നവരുണ്ടാകാം. അവരോട് സൗമ്യമായി സ്നേഹത്തോടെ അവരുടെ തെറ്റ് തിരുത്തി കൊടുക്കണം. അത് ദൈവമക്കളുടെ കടമയാണ്. അവിടെ വിധി നടത്തുകയല്ല, അവിടെ അത് ശരിയായിട്ട് അവരുടെ വെളിച്ചം കാണിച്ചു കൊടുക്കുകയാണ്. അത് ചെയ്യണം. യഹൂദന്മാരുടെ പ്രശ്നം ഇതല്ല. യഹൂദൻ്റെ പ്രശ്നം മറ്റൊന്നാണ്. ലോകത്തിൽ യഥാർത്ഥമായ മാർഗം ലഭിച്ചവരാണ് യഹൂദന്മാർ. ഇന്ന് പുതിയ ക്രിസ്ത്യാനിയെ പോലെ യഥാർത്ഥമായ മാർഗം ലഭിച്ചവരാണ്, സത്യ വെളിച്ചം കിട്ടിയവരാണ്. ലോകം മുഴുവൻ ഇരുട്ടിലും തെറ്റിലുമാണ്, വ്യാജത്തിലും അബദ്ധത്തിലുമാണ്. അതിൻ്റെ നടുവിലാണ് ദൈവം തൻ്റെ സ്വന്തം ജനം, ഇസ്രായേൽ ജനം, അവർക്ക് ദൈവം സത്യത്തിൻ്റെ മാർഗം കൊടുത്തു. ദൈവം അവരുടെ അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയാണ്. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തു. ബാക്കി എല്ലാവരും വഴിതെറ്റി കിടക്കുകയാണ്, അബദ്ധത്തിലാണ്, മൂഢത്തരത്തിലാണ്, ഇരുട്ടിലാണ്, അന്ധതയിലാണ്. ഇപ്പോൾ യഹൂദിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് ഈ പദവികൾ കിട്ടാതിരുന്നതോ, യോഗ്യതകളില്ലാതിരുന്നതോ, ശ്രദ്ധേയമായ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കാതിരുന്നതോ അല്ല പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണ്? അവർക്ക് ലഭിച്ച പദവികൾക്കൊത്തവണ്ണം ജീവിക്കാൻ പരാജയപ്പെട്ടു. ആക്കി വച്ച സ്ഥാനത്തിനൊത്തവണ്ണം ഇരുന്ന് പെരുമാറാൻ പരാജയപ്പെട്ടു. അവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹീതമായ, ശ്രദ്ധേയമായ, ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾക്കൊത്തവണ്ണം അവർക്ക് ജീവിക്കാൻ സാധിച്ചില്ല. ദൈവം വരെ വിശ്വസിച്ചു, ദൈവം വരെ ആശ്രയിച്ചെന്ന് പറയാം. പക്ഷെ അവർ ദൈവത്തെ വേദനിപ്പിച്ചു. ദൈവത്തെ അവരാശ്രയിച്ചില്ല. അവർ വിഗ്രഹത്തിൻ്റെയും മറ്റു പലതിൻ്റെയും പിന്നാലെ പോയി, രഹസ്യമായും പരസ്യമായും. ദൈവം അവരെ ആശ്രയിച്ച് അവർക്കെല്ലാം കൊടുത്തു. തൻ്റെ വിശുദ്ധ ഗ്രന്ഥം കൊടുത്തു, തൻ്റെ നാമം കൊടുത്തു, തൻ്റെ ആലയം കൊടുത്തു, തൻ്റെ വഴികൾ കൊടുത്തു, തന്നെ കൊടുത്തു. പക്ഷെ ദൈവത്തെ അവർ കൈവിട്ട് കളഞ്ഞു. ശരിയായ മാർഗം അവർക്കുണ്ടായിരുന്നിട്ട് അതിലവർ മതിയായില്ല. അവർക്ക് തെറ്റിലേക്ക്, തിന്മയിലേക്ക്, വ്യാജത്തിലേക്ക് അവർ പതുക്കെ നടന്നു നീങ്ങി. ഒന്നാമത് നമ്മൾ കണ്ടു യഹൂദന്മാരുടെ പദവികൾ, ശ്രദ്ധേയമായ അനുഗ്രഹങ്ങൾ. രണ്ടാമത് അവിടെ ചേർച്ചയില്ലായ്മ. നമുക്ക് തുടങ്ങി വെച്ച് അവസാനിപ്പിക്കുക, ബാക്കി നാളെ തുടരാം. ചേർച്ചയില്ലായ്മ. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് രണ്ടാമധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വലിയ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. പക്ഷെ എന്നാലും അവർ പതുക്കെ പൗലോസ് പറയുന്നത് കേട്ട് തുടങ്ങിയപ്പോൾ 17 മുതൽ നീ യഹൂദൻ എന്ന പേര് കൊണ്ടും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവരുടെ ശ്രേഷ്ഠതകളും പദവികളുമാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തലകുലുക്കി സന്തോഷിച്ചു. നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ പദവികളെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ പേര്, നമ്മൾ ന്യായപ്രമാണം ആശ്രയിക്കുന്നവരാണ്, ദൈവത്തിന് പ്രശംസിക്കുന്നു, ന്യായപ്രമാണം പഠിക്കുക, അവൻ്റെ ഇഷ്ടം അറിഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പക്ഷേ പൗലോസ് അവരെ നയിക്കുന്ന എങ്ങോട്ടാണെന്ന് അവർ ഓർത്തില്ല. ഭയപ്പെടുത്തുന്ന ഒരു ഉപസംഹാരത്തിലേക്കാണ്.
അവസാനം പൗലോസ് വരെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒറ്റ സെൻറ്റൻസാണിത് യവന ഭാഷയിൽ 17 മുതൽ 21 വരെ. ആ ഏക സെൻറ്റൻസിലൂടെ അവസാനം ചെന്ന് എത്തുമ്പോൾ 21-ാം വാക്യത്തിലെത്തുമ്പോൾ അവർ പേടിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം അവിടെ പദവികളും യോഗ്യതകളും സ്ഥാനമാനങ്ങളും അവരെ വഴികാട്ടുന്നവരാണ്, വെളിച്ചമാണ്, പഠിപ്പിക്കുന്നവരാണ്, ശിശുക്കൾ ഉപദേഷ്ടാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 21-ലെത്തുമ്പോൾ നേരെ തിരിയും മനോഭാവം. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത്. മോഷ്ടിക്കെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർ ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്തെ ദൈവത്തെ അപമാനിക്കുന്നു. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുകയാണ്. എന്തൊരു ഘോരമായ, ശക്തമായ, ഗംഭീരമായ കുറ്റാരോപണം, സത്യമായത്. ഒരു പ്രതീക്ഷിച്ചില്ല, ഇപ്രകാരം അവർ പ്രതീക്ഷിച്ചില്ല. തുടങ്ങിയപ്പോൾ ഒരു ആശ്വസിച്ച് സന്തോഷിച്ച് തലകുലുക്കി. പക്ഷെ കൊണ്ട് വന്നത് എവിടെയാണ് ദൈവാത്മാവ്? അവരുടെ അവസ്ഥ എന്താണ്? മറ്റുള്ളവരെ വിധിക്കുന്ന നീ നിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ ആരെന്ന് നിനക്കറിയാമോ? നിൻ്റെ ആത്മീക അവസ്ഥ ദൈവമുമ്പിൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് മറച്ചു വയ്ക്കാനാണോ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്? പോലീസ് ശക്തമായി ഇടപെട്ടു. ഇത് പറയുമ്പോൾ ഒരു ചിത്രകഥയുണ്ട്, കുരങ്ങനും കണ്ണാടി. അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആ കുരങ്ങനും കണ്ണാടിയുടെ ചിത്രകഥയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു കുസൃതി നിറഞ്ഞൊരു കുരങ്ങൻ്റെ കഥയാണ്. ആ കുരങ്ങൻ എപ്പോഴും ചവറുകൂനകളിൽ ഇങ്ങനെ പരിധി നടക്കും. ഇങ്ങനെ ചവറുകൂനിൽ പരിധി നടക്കുമ്പോൾ ചവറുകൂനയിൽ അവൻ കുരങ്ങനിങ്ങനെ ചവിട്ടി മറിക്കുമ്പോൾ ഒരു പെയിൻറ്റ് പാത്രത്തിൽ ചവിട്ടി ആ പെയിൻറ്റ് അവൻ്റെ മുഖത്തുനിന്ന് തെറിക്കും. അവനത് കാണില്ല. എന്നിട്ട് അവൻ ആ ചവറിലിങ്ങനെ പരത്തിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ പരത്തിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടിയുടെ ഒരു ഭാഗം, ഏകദേശം പകുതിയിലധികമുള്ളൊരു ഭാഗം കിട്ടും. അവൻ അത് എടുത്തുകൊണ്ട് അവൻ കാട്ടിലേക്ക് പോകും. അവൻ മനസ്സിലാക്കി ഈ കണ്ണാടിയിൽ സൂര്യപ്രകാശം പ്രതിബിംബിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ കണ്ണാടി വെച്ചുകൊണ്ട് മറ്റു മൃഗങ്ങളുടെ കണ്ണിലേക്ക് അടിക്കും. അടിക്കും. ഇതൊരു കഥയാണ്, അല്ലാതെ ചോദ്യമില്ല. അങ്ങനെ ഇരിക്കവേ അവന് ഏതോ മൃഗത്തിൽ നിന്ന് അവനൊരു അറിവ് കിട്ടി. അവനോട് പറഞ്ഞു, കുരങ്ങ, ഈ കണ്ണാടി എന്ന് പറയുന്ന സാധനം സ്വന്തം മുഖം കാണാനുള്ളതാണ്, മറ്റുള്ളവരുടെ കണ്ണിലേക്ക് അടിക്കാനല്ല. നിൻ്റെ സ്വന്തം മുഖം കാണാനുള്ളതാണ്, ആരുടെയും സ്വന്തം മുഖം നോക്കാനുള്ളതാണ്. അവസാനം അവൻ്റെ മുഖമൊന്ന് തിരിക്കും, കണ്ണാടിയിൽ അവൻ്റെ മുഖം കാണാൻ. നോക്കിയപ്പോഴെന്താണ്? തൻ്റെ മുഖത്ത് മുഴുവൻ പെയിൻ്റാണ്, തൻ്റെ മുഖത്ത് മുഴുവൻ കളങ്കമാണ്, കറുത്ത പാടാണ്, ഏതെങ്കിലും നിറത്തിലുള്ള പാടാണ്. ഈ യഹൂദന്മാർ ഇപ്രകാരമാണ്. ഈ കുരങ്ങനെ പോലെയാണ് യഹൂദന്മാരുടെ അവസ്ഥ. അവർ വചനമെന്ന കണ്ണാടി ഉപയോഗിക്കുന്നു. യാക്കോബിൻ്റെ ഭാഷയിൽ 1-ാം അധ്യായം 23-25 വരെ ദൈവവചനമെന്ന കണ്ണാടിയിൽ മുഖം നോക്കുന്ന മനുഷ്യൻ. ഈ യഹൂദന്മാർ കണ്ണാടി എടുത്ത് മറ്റുള്ള മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ള പാപങ്ങളും കുറവുകളും ബലഹീനതകളും അറിവില്ലായ്മകളും ഉയർത്തിപ്പിടിച്ച് വലുതാക്കി കാണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കലും അവർ അവരുടെ മുഖത്തെ നോക്കിയില്ല, അവരുടെ ജീവിതത്തെ പരിശോധിച്ചില്ല. അതുകൊണ്ടാണ് പൗലോസ് വളരെ കട്ടിയായി, ശക്തമായി ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. മോഷ്ടിക്കരുതെന്ന് പറയുന്ന നീ മോഷ്ടിക്കുകയാണോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയത്തെ കവർച്ച ചെയ്യുകയാണ്. പൗലോസ് കഴിഞ്ഞ അധ്യായത്തിൽ പുറജാതികൾ ലോകത്തെക്കുറിച്ച് പറഞ്ഞു. 3 പാപങ്ങളാണ് അവരെക്കുറിച്ച് നിരത്തിയത്. 1 വിഗ്രഹാരാധന, ദുർനടപ്പ്, അന്യായവും അകൃത്യമായ അതിക്രമങ്ങൾ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ യഹൂദന്മാരോട് പറയുന്നു, നിങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ 3 പാപങ്ങളുടെ പട്ടികയിൽ യഹൂദന്മാരെ പൗലോസ് നിരത്തും. ഈ 3 പാപങ്ങൾ തിരിച്ചുള്ള രീതിയിലാണ് യഹൂദന്മാർ ഇടപെടുന്നത്. പുറജാതികളോട് സംസാരിച്ചപ്പോൾ ആദ്യം വിഗ്രഹാരാധന, പിന്നീട് ദുർനടപ്പ്, 3ാമത് അതിക്രമങ്ങൾ. ഇവിടെ നേരെ തിരിച്ച് ആദ്യം അതിക്രമത്തിൽ തുടങ്ങും, പിന്നീട് ദുർനടപ്പ്, പിന്നീട് വിഗ്രഹാരാധന. ഉപസംഹാരം കൃത്യമാണ്, നിങ്ങൾക്ക് ഒഴികഴിവില്ല. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തി, അത് അവരെക്കുറിച്ചുള്ള കുറ്റാരോപണം കേട്ടപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു. പക്ഷേ നിങ്ങൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടിയത്. കർത്താവിൻ്റെ സഭയിലല്ലേ നിങ്ങൾ? ദൈവത്തിൻ്റെ ജ്ഞാനം വെളിവാകുന്ന സഭയിലല്ലേ നിങ്ങൾ? നിങ്ങൾക്കുള്ള ശിക്ഷ എത്ര വലുതായിരിക്കും എന്നതുപോലെ
ഇത് കർത്താവ് ദൈവം വ്യക്തമായി കാണിച്ചു കൊടുത്തു യഹൂദന്. തുടരാം അടുത്ത ദിവസം കൂടുതൽ അറിവിലേക്ക്, പഠനത്തിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.